പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ ഞായറാഴ്ചയായിരുന്നു. ഇപ്പോഴത്തേന് രാവിലെ കണ്ട മുറ്റത്തോട്ടിറങ്ങിയപ്പോൾ മാങ്ങ കിടക്കുന്നു, ചക്ക വീണ് കിടക്കുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ചേമ്പ് കിളച്ചതാണ്. അത്രയും ചേമ്പുണ്ടായിരുന്നു. കുറച്ച് ഞങ്ങൾ പുഴുങ്ങാനെടുത്തു. ഇപ്പോൾ രാവിലേക്ക് അതിൻ്റെ ബാക്കിയാണ്. പിന്നെ തണ്ട കണ്ടില്ലേ, മാങ്ങ ഉള്ളാത്ത 2-3 എണ്ണം പഴുത്ത് വീണ് പോയി. 2 എണ്ണം കിട്ടി, ഇപ്പോൾ പറിച്ചതാണ്. അപ്പോഴത്തെ ദാണ്ടത് കണ്ടോ, നല്ലോണം പഴുത്ത. താഴെ വീണ് ഒരെണ്ണം ഒന്ന് പൊട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കടച്ചയ്ക്കായുണ്ട്, ഓമയ്ക്ക, നിങ്ങളുടെയൊക്കെ നാട്ടിൽ പറയും പപ്പായെന്ന് കണ്ടോ, അതൊരു 3 എണ്ണം ഉണ്ട്. പിന്നെ കുറച്ച് കാന്താരി കണ്ടോ, അത് കാന്താരി 2-3 സൈസുണ്ട്. 2-3-4 പച്ചമുളകും ഉണ്ട്. കാന്താരി വെള്ളയുണ്ട്, പച്ചയുണ്ട്, ഒരു ചുമപ്പ് കളറുണ്ട്. നീലയിൽ ഇന്ന് കാന്താരി പിടിച്ചിട്ടില്ലായിരുന്നു. അടുത്തതാണ്ട് കണ്ടോ, ബറാബ. അതാണ് ബറാബ പഴം. അത് ഷുഗറിനും പ്രഷറിനും ഒക്കെ ഈ പഴം നല്ലതാണ്. ഞാൻ രാവിലെ കുറച്ച് പറിച്ചതാണ്. അതിൻ്റെ മരം പുറകിൽ നിൽക്കുന്നുണ്ട്, വലിയ മരമാണ്, നിറയെ പൂത്ത് നിൽക്കുകയാണ്. പിന്നെ ഇന്നലെ രാത്രിയിൽ വൈകിട്ട് വന്നപ്പോൾ ചക്ക വീണ് കിട്ടിയിട്ട് രാത്രിയിൽ ഇന്നലത്തെ ആഹാരമെന്ന് പറഞ്ഞത് ചക്കയായിരുന്നു കണ്ടോ. ആ മുറിച്ചെടുത്ത് തന്നെ ചക്കയുടെ ബാക്കിയാണിത്. നല്ല ഒന്നാന്തരം തേൻ വരിക്ക വെള്ളാരം ചക്കയാണിത്. ആ ചക്കയാണ് ഇതിരിക്കുന്നത്. ഇഷ്ടം പോലെ മാവിൽ മാങ്ങയും ഉണ്ട്, പ്ലാവിൽ ചക്കയും ഉണ്ട് കേട്ടോ, നിറച്ച് ചക്കയും ഉണ്ട്. പിന്നെ എനിക്ക് ആയൂർപ്ലാവുണ്ട്, 365 ദിവസം കിട്ടുന്ന ചക്കയുടെ. ഇപ്പോൾ അതെല്ലാം ഇങ്ങനെ വീണ്ടും കുഞ്ഞായിട്ടുണ്ടായി വരുന്നുണ്ട്. അപ്പോഴത്തേന് ഈ വലിയ പ്ലാവിലെ ചക്ക തീരും. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ആരെങ്കിലും ഈ ചെറുകോൽപ്പഴിക്ക് അടുത്തുള്ളവർ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൊണ്ടുപോകാം കേട്ടോ. അങ്ങനെയാണ് ഇത്. അപ്പോൾ ഇനി നിങ്ങളെ ഞാൻ ആ പ്ലാവൂടൊന്ന് കാണിച്ചു തരാം. ഈ പ്ലാവില ചക്കയാണ്. താഴെ ഉണ്ടായിരുന്നത് മുഴുവൻ എല്ലാവരും കൊണ്ടുപോയി. ഇനിയിപ്പോൾ ആ മുകളിലെല്ലാം വിളഞ്ഞ് നിൽക്കുന്നുണ്ട്. നമ്മൾ പറിക്കുകയൊന്നും വേണ്ട, പഴുത്ത് അത് നല്ലവണ്ണം പൊട്ടുമ്പോഴത്തേന് അത് തന്നെ വീഴും. എന്നാൽ ചക്കയ്ക്ക് ഒരു കുഴപ്പമില്ല, അളിയത്തില്ല, ഒന്നുമില്ല. നല്ല സൂപ്പർ ചക്കയാണ് കേട്ടോ. ഇതാണ് വെള്ളാരൻ തേൻവരിക്ക. നല്ല സൂപ്പർ ചക്കയാണ്, നല്ല അടിപൊളി ചക്ക. അപ്പോൾ ഈ ചക്കയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും കൊതി വരും. ഞാൻ വൈകിട്ട് രാത്രി ലൈവിലിടുമ്പോഴത്തേനും ഈ ചക്ക എല്ലാവരെയും കാണിക്കുന്നുണ്ട് ഞാൻ തിന്നുന്നത്. അപ്പോൾ അങ്ങനെയാണ്. ചക്കയുണ്ട്. ഇപ്പം ഈ മാങ്ങ കിട്ടുന്ന മാവേലെ മാങ്ങ തീരാറായി. ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ 1, 2, 3 ഉള്ളൂ. പക്ഷേ ഇഷ്ടം പോലെ ഞാൻ ഫ്രോസൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മാങ്ങ ചെത്തി പൂളി എടുത്തിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കവറിനാക്കിയിട്ട് അതിൻ്റെ പൾപ്പ് എടുത്തിട്ട് ഫ്രോസൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ചക്കയിലും നമ്മൾ കുറച്ചെടുത്തിട്ട് ഇതൊന്ന് പൊളിച്ച് പറക്കിയിട്ട് നമുക്ക് ഫ്രോസൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് 1 വർഷമൊക്കെ ഇരിക്കും. ഞാൻ ഈ അടുത്ത സമയത്ത് നിങ്ങളെയൊക്കെ കാണിച്ചായിരുന്നല്ലോ, 1 വർഷം കഴിഞ്ഞെടുത്തിട്ട് ചക്ക വേവിച്ചത് കാണിച്ചായിരുന്നല്ലോ. അതുപോലെ ഈ 1 കൊല്ലമൊക്കെ ഈ ചക്ക ഇങ്ങനെ ഇരിക്കും. അതാണ് ഈ ചക്ക ഇല്ലാത്ത സമയത്ത് നമുക്ക് എടുക്കാം. ഇതാണ്ട് ഇത് കണ്ടോ, നമ്മുടെ ചെറിയ ഓമയാണ് കണ്ടോ. ആ ചെറിയ ഓമയിൽ ഇഷ്ടം പോലാണ് ഈ ഓമയ്ക്ക. ഇതൊക്കെ തന്നെ കിളിച്ചെങ്കിൽ മാത്രമേ ഇത് കാ പിടിക്കത്തുള്ളൂ. നമ്മൾ കൊണ്ട് നട്ട് വെച്ചിരുന്നാലെ കൊണ്ട് കാ പിടിക്കത്തുമില്ല. അതിൽ നിന്ന് നമുക്ക് ഒരെണ്ണം കഴിക്കാനും പറ്റില്ല. അതേപോലെ തന്നെ കാന്താരിക്കൊല്ലയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കാന്താരിക്കൊല്ലയാണെന്നുണ്ടെങ്കിലും കണ്ടോ, തന്നെ കിളിച്ച് വന്നെങ്കിൽ മാത്രമേ ഇതിനകത്തുനിന്ന് നമുക്ക് കായ് പറിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നട്ട് കഴിഞ്ഞാൽ കാ കിട്ടത്തില്ല. അതാണ് ഇപ്പോൾ ഒരു പുതിയൊരു മാവ് പൂത്ത് വരുന്നു കണ്ടോ. അതേത് മാവാണെന്നറിയത്തില്ല, വാങ്ങിച്ചു കൊണ്ട് വെച്ചതാണ്. അത് നിറയെ ഇപ്പോൾ പൂവായിട്ടുണ്ട് കേട്ടോ. കാ പിടിക്കുമോ എന്താണെന്നൊന്നും അറിയത്തില്ല. അതും നല്ലവണ്ണം ഒരു ചെറിയ മാവാണ് കണ്ടോ. ഇതാണ് അതാണ്ട കണ്ടോ, നാട്ടുകരിമ്പെന്ന് പറയുന്നത്. ഇവിടെ അടുത്ത അമ്പലങ്ങളിൽ നിന്നൊക്കെ ഈ ഗണപതി ഹോമത്തിന് വേണ്ടിയിട്ട് വന്നിട്ട് അവർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ്. ഇത് കരിമ്പാണ്. ഇത് ഞങ്ങളുടെ വീട്ടിൽ മാത്രമേ ഈ അടുത്ത ഏരിയയിൽ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് ഇതിവിടെ വന്നിട്ട് അവരെല്ലാവരും വാങ്ങിച്ചിട്ട് പോവും ഈ കരിമ്പുകളൊക്കെ. അതാണ് ഈ കരിമ്പിൻ്റെ ഇതെന്ന് പറയുന്നത്. പിന്നെ അത്യാവശ്യം കുറച്ച് പച്ചക്കറികളും പിന്നെ കുറച്ച് അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മത്തനൊക്കെ കിളിച്ച് നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ മത്തനയിലൊക്കെ ഇങ്ങനെ കായ് വരും. നിറച്ച് കാന്താരിക്കൊല്ലയും ഇതുമൊക്കെയാണ്. പിന്നെ എനിക്ക് മുടി വളരാൻ വേണ്ടിയിട്ട്, എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് കേട്ടോ, ഒരു മൈലാഞ്ചി ചെടിയുണ്ട്. അത് ഞാൻ കൊണ്ടുവന്നിട്ട് നട്ട് പിടിപ്പിച്ച് വളർത്തിയെടുത്തേക്കുന്നതാണ് ഈ മൈലാഞ്ചി കേട്ടോ. ഞാൻ തലയിൽ പായ്ക്കെടുത്തുന്നത് മൈലാഞ്ചി വെച്ചിട്ടാണ്. അതാണ് ഇവിടെയുണ്ട്. നിങ്ങളെ ഞാൻ ഒരു ദിവസം മൈലാഞ്ചിയുടെ ആ പായ്ക്കും കാണിച്ചു തരാം. അതാണ് ഇതാണ്ട് മൈലാഞ്ചി. ഇത് കേട്ടോ, മൈലാഞ്ചി. അത് നല്ല ഫ്രഷ് മൈലാഞ്ചി നമ്മൾ നട്ട് വളർത്തിയെടുത്തതാണ്.
ഇതിപ്പോൾ എനിക്ക് 1 വർഷമാകുന്നതേ ഉള്ളൂ ഈ മൈലാഞ്ചി നട്ടിട്ട് ഞാൻ. അപ്പോൾ അങ്ങനെ ഈ ചൂടത്തും വെള്ളം കോരിയൊക്കെ വളർത്തിയാണ് ഞാൻ ഇവിടെ വരെ ആക്കി വെച്ചേക്കുന്നത്. അതാണ്ട് ഇതാണ് കണ്ടോ നമ്മുടെ മുള്ളാത്ത. ഇത് മുള്ളാത്ത കണ്ടോ, അത് മണ്ടവശം ഇലക്ട്രിസിറ്റി കമ്പിയിൽ മുട്ടുന്നെന്നും പറഞ്ഞ് അവർ വന്നിട്ട് മുറിച്ച് കളഞ്ഞാൽ നിറച്ച് കായ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് ഇപ്പോൾ ഈ 2 എണ്ണം കൂടെ പറിച്ചെടുത്തേക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്ക് ഇതിൽ കായുണ്ട് കേട്ടോ. ഇതാണ് മുള്ളാത്ത. ഈ മുള്ളാത്ത കഴിച്ച് കഴിഞ്ഞാൽ പ്രഷറിനും ഷുഗറിനും ക്യാൻസറിനോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഗുണങ്ങളുണ്ടെന്ന് പറയുന്നത് കേൾക്കാം. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് പഴുത്ത് കഴിഞ്ഞാൽ അത് തിന്നാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഞാൻ വേറെ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിട്ടുണ്ട് കേട്ടോ. വേണ്ട അത് ഇങ്ങനെ ആ മരത്തെ കയറാതെ കണ്ട അവിടെ ഇവിടെയും ഭിത്തിക്കും അവിടെ ഇവിടെയൊക്കെ അങ്ങനെ കയറിപ്പോയേക്കാം. പക്ഷേ ഇതുവരെ ഇതേ കായൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇത് ഞാൻ കൊണ്ടുവന്ന് നട്ടിട്ട് 2 വർഷത്തോളമായി. അതിനൊരു ആരോഗ്യമില്ലാത്ത രീതിയിൽ അവിടെ ഇവിടെ 8 കാലി പോലെ ഇങ്ങനെ പറന്ന് കയറി പോകുന്നുണ്ട്. അതിനി എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. ഇനി അത് കായ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അതിങ്ങനെ എൻ്റെ ഒരു കമുകൊണ്ട് ആ കമുകയിലോട്ട് പോകുന്നുണ്ട്. തന്നെ കിളിച്ച് വരുന്നതാണ് ഈ കൊല്ലകൾ. ഇഷ്ടം പോലെ കൊല്ലകളാണുള്ളത്. അത് നമ്മൾ നടുവാണെന്നുണ്ടെങ്കിൽ ഒരു കാ പോലും ഒന്നത്തേലും പിടിക്കത്തില്ല. ഇഷ്ടം പോലെ അതെന്തൊക്കെ സൈസാണെന്നുള്ള കാ വന്ന് കഴിയുമ്പോഴേ നമുക്കറിയത്തുള്ളൂ. അതുപോലെ കായുണ്ട് ഈ എല്ലായിടവും. അതെൻ്റെ വീടിന് ചുറ്റും എല്ലായിടവും ഇത് കഴിയും. കിളി വല്ലതും വന്നിട്ട് ഇങ്ങനെ കാഷ്ടിച്ചിടുന്നതിൻ്റേതായിരിക്കും ഇങ്ങനെ കിളിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അല്ലാതെ കണ്ട് നമ്മൾ നടുന്നതൊന്നുമല്ല. അതേപോലെ തുളസി ഉണ്ട്, ഇഷ്ടം പോലെ തുളസിയുണ്ട് കണ്ടോ. അവിടെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെയാണ്. നല്ല കൃഷ്ണതുളസിയാണിത്. കൃഷ്ണതുളസിയാണ്. ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളുണ്ട്. ഇത് കല്യാണ സൗഗന്ധികമാണ് കണ്ടോ. ഇത് കല്യാണ സൗഗന്ധികം. പണ്ടൊക്കെ ഇതെന്ന് പറഞ്ഞാൽ കല്യാണത്തിന് എല്ലാ വീട്ടുകാരും മാല കെട്ടുമ്പോൾ ഇതിൽ 2 ഇതൾ വെക്കുമായിരുന്നു കേട്ടോ. പെണ്ണിൻ്റെ മുടിയൊക്കെ കെട്ടുന്ന സമയത്തും അതിനകത്തും 2 ഇത് ഈ ഇല വെക്കുമായിരുന്നു. അതാണ് ഇത് കല്യാണ സൗഗന്ധികം. ഞാനിത് കോട്ടയത്ത് ഒരിടത്ത് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണിത്. ഒരു 2-3-4 എണ്ണം ഉണ്ട്. വലുതായിട്ട് വരുമ്പോൾ ഞാനതങ്ങ് മുറിച്ച് കളഞ്ഞു കേട്ടോ. അതിൻ്റെ കീഴിൽ എന്താണ്ട കണ്ടില്ലയോ കാന്താരിക്കൊല്ല കിളിച്ച് നിൽക്കുന്നു. ഇതൊന്നും നമ്മൾ നട്ടതല്ല. അതുപോലെ കുമ്പളങ്ങ ഇതൊന്നും ഞാൻ നട്ടതല്ല. ഈ പച്ചക്കറിയുടെയൊക്കെ നമ്മൾ കൂട്ടുന്നതിൻ്റെയൊക്കെ വേസ്റ്റ് കൊണ്ടുവന്ന് ഈ ചെടിച്ചട്ടിക്കകത്തിടും. അവിടുന്ന് കിളിച്ചിട്ട് കയറുന്നതാണ് ഈ കുമ്പളത്തിൻ്റെ ഇതൊക്കെ കണ്ടില്ലേ ഇത് കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അതാണ്ട് ഇവിടെ വേറെ ഒരു പെണ്ണൂടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതിനെല്ലാം കാവലായിട്ട് അവളിങ്ങനെ ഇരിക്കുകയാണ്. വെയിലും മഴയും ഒക്കെ കൊണ്ട് അവളെ ഞാനൊന്ന് കുളിപ്പിച്ച് തേച്ച് കഴുകിയൊക്കെ വെച്ചതാണ്. വീണ്ടും അവളങ്ങ് അഴുക്കായിപ്പോയി. അവളെ ഇനി ഒന്ന് കുളിപ്പിക്കണം കേട്ടോ. അവളെ ഒന്ന് കുളിപ്പിച്ച് അവിടെ കണ്ണുമൊക്കെ എഴുതി ഒന്ന് പൊട്ടുമൊക്കെ തൊട്ട് വെക്കണം കേട്ടോ. അവിടെ കൂട്ടുകാരിയാണെങ്കിൽ അപ്പുറത്തിരിപ്പുണ്ട്. ഇവളെ തന്നെ ഇവിടെ ഇങ്ങനെ കൊടവും പിടിച്ചുകൊണ്ട് നോക്കിയിരിക്കുക കേട്ടോ. എന്തായാലും വേണ്ടുകയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ, ടാറ്റ.